മനുഷ്യനെ ഹനിക്കുന്ന അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, ഒരുപക്ഷെ നമ്മൾ മദ്യവിരുദ്ധതയൊക്കെ പറയുമ്പോൾ, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴും നമ്മളെ പരിഹസിക്കുന്നവരുണ്ടാവും. എന്തുകൊണ്ട് സഭ അത് പറയണം? കാരണം ഈ ലഹരിക്കുള്ള അടിമത്തം ഇന്ന് മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവൊക്കെ ലഹരിയുടെ വിപത്തിനെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനൊക്കെയുള്ള പരിശ്രമങ്ങൾ ഈ സമൂഹത്തിലുണ്ടായി. എന്തുകൊണ്ടാണത്? ഓരോന്നിനെ വർഗീയമായിട്ട് മാത്രം കണ്ട് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ എത്രയോ സാമർഥ്യത്തോടെയാണ് വ്യക്തികൾ മത്സരിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഞങ്ങളുടെ പാഠപുസ്തകങ്ങളിലൊക്കെ നോക്കിയാൽ നമുക്കൊരിക്കലും ക്രൈസ്തവ സംഭാവനകളെ കുറിച്ച് ഒന്നും വായിക്കാനില്ല. ക്രിസ്ത്യാനി ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ഓർക്കണം, നമ്മള് എത്രമാത്രം വിശാല മനസ്സോടുകൂടി ഈ പ്രദേശത്ത് പ്രവർത്തിച്ചു. കേരളത്തിൽ ആദ്യമായിട്ട് സർവ്വജാതികൾക്കും വേണ്ടി ജാതി മതഭേദമന്യേ തുറന്ന സ്കൂളുകൾ ക്രിസ്ത്യാനിയുടെ സ്കൂളുകളായിരുന്നു. നമുക്കിതൊക്കെ തള്ളിപ്പറയാനും തമസ്കരിക്കാനും എളുപ്പമാണെങ്കിലും ആ നന്മയുടെ സംസ്കാരത്തെ നമ്മൾ ഒരിക്കലും മറക്കാനായിട്ടാവില്ല. നമുക്ക് മറക്കാൻ സാധിക്കില്ല. സഹനങ്ങളെയും ദുരിതങ്ങളെയും നേരിട്ടുകൊണ്ട് തന്നെ കുരിശിൽ നമുക്കായിട്ട് മരിച്ച കർത്താവിനെ പ്രഘോഷിക്കുന്നവൻ, ആ കർത്താവിനെ ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് ജീവിക്കാനായിട്ട്, സമൂഹത്തിന്റെ യഥാർത്ഥമായ രക്ഷയ്ക്ക് വേണ്ടി ജീവിക്കാൻ സാധിക്കുന്നവനാവണം യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്ന് പറയുന്നത് ദേവാലയത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതവിടെ ആരംഭിക്കുന്നതാണ്. അത് ഓരോ മനുഷ്യന്റെയും പൂർണ്ണമായ മഹത്വീകരണത്തിലേക്ക് അവനെ സ്വാഭാവികമായിട്ട് നയിക്കുന്നതാണ്. അതുകൊണ്ടാണ് വിശ്വാസിക്കൊരിക്കലും മനുഷ്യനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കാതെ വരുന്നത്. എന്തുകൊണ്ടാണ് സഭ ധാർമ്മിക മേഖലകളിൽ നിലപാടുകൾ എടുക്കുന്നത്? എന്തുകൊണ്ടാണ് ഗർഭഛിദ്രം പാപമാണെന്ന് ആരൊക്കെ നമ്മളെ എതിർത്താലും നമ്മൾ പുരമുകളിൽ നിന്ന് പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം ഈ വിശ്വാസം അവനെ നിർബന്ധിക്കുന്നു. നീ ദൈവത്തിന്റെ മകനാണെങ്കിൽ, മകളാണെങ്കിൽ, നിന്റെ മനുഷ്യകുലത്തിന് ലഭിക്കുന്ന ഓരോ ജീവനും അത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അവിടെ ഒരിക്കലും നമുക്ക് മനുഷ്യ ജീവനെ ഹരിക്കാനായിട്ടാവില്ല. അതുകൊണ്ട് ആരൊക്കെ നമ്മളെ പരിഹസിച്ചാലും, ആരൊക്കെ പിന്തിരിപ്പനാണെന്ന് വിശേഷിപ്പിച്ചാലും സഭ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും, പറയാതിരിക്കാനായിട്ടാവില്ല. നമുക്കറിയാം, ഇന്ന് ഇന്ത്യ ഗവൺമെന്റ് പല തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ ജീവനെ ഹനിക്കുന്നുണ്ട്. ഈ ഏറ്റവും അടുത്ത നാളിൽ 24 ആഴ്ച വരെ ഉള്ള മനുഷ്യ ഭ്രൂണത്തെ നശിപ്പിക്കാം, ഒരു കുഴപ്പവുമില്ല എന്ന് സർക്കാർ നിയമമുണ്ടാക്കി. നമ്മൾ എത്ര പേര് അത് അറിഞ്ഞു? ഇവിടുത്തെ പൊതുസമൂഹം ഇത്തരത്തിലുള്ള സാമൂഹിക തിന്മകളെ കുറിച്ച് വച്ചു പുലർത്തുന്ന ഒരു വല്ലാത്ത നിശബ്ദതയുണ്ട്. അതെനിക്ക് തോന്നുന്നു ഒരു വിശ്വാസിക്കൊരിക്കലും നിശബ്ദനായിരിക്കാനായിട്ട് സാധിക്കില്ല. ഈ സമൂഹം യഥാർത്ഥമായ ദൈവിക മഹത്വത്തോടുകൂടി ജീവിക്കണമെങ്കിൽ ഇവിടെ മനുഷ്യ മഹത്വത്തിന്, മനുഷ്യ ജീവന് വിലയുണ്ടാവണം. മനുഷ്യ ജീവന്റെ വില അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ഭ്രൂണം മുതൽ അവൻ സർവ ദൗർബല്യത്തോടും കൂടി മരിക്കുന്ന ആ അവസാന നിമിഷം വരെ അവന്റെ ജീവൻ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള വലിയൊരു ബോധ്യമാണ് സഭയെ ഇത്തരത്തിലുള്ള പ്രബോധനങ്ങളിലേക്ക് നയിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്കിങ്ങനെ മനുഷ്യനെ ഹനിക്കുന്ന അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, ഒരുപക്ഷെ നമ്മൾ മദ്യവിരുദ്ധതയൊക്കെ പറയുമ്പോൾ, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴും നമ്മളെ പരിഹസിക്കുന്നവരുണ്ടാവും. എന്തുകൊണ്ട് സഭ അത് പറയണം? കാരണം ഈ ലഹരിക്കുള്ള അടിമത്തം ഇന്ന് മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവൊക്കെ ലഹരിയുടെ വിപത്തിനെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനൊക്കെയുള്ള പരിശ്രമങ്ങൾ ഈ സമൂഹത്തിലുണ്ടായി. എന്തുകൊണ്ടാണത്? ഓരോന്നിനെ വർഗീയമായിട്ട് മാത്രം കണ്ട് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ എത്രയോ സാമർഥ്യത്തോടെയാണ് വ്യക്തികൾ മത്സരിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. എത്ര കോടി രൂപയുടെ ലഹരി പദാർത്ഥങ്ങളാണ് ഈ കൊച്ചു കേരളത്തിലേക്ക് ഓരോ ദിവസങ്ങളിലും കടന്നു വരുന്നത്. അവിടെ ഇവിടെ ആരെങ്കിലും ഒക്കെ ഇവർ അറസ്റ്റ് ചെയ്യും. പക്ഷെ അതിന്റെ പിന്നിലൂടെ കടന്നു വരുന്നത് എത്ര കോടി രൂപയുടേതാണ്, എത്ര മാത്രമാണ്. അതിലൂടെ നമ്മുടെ ചെറുപ്പക്കാര്, കുട്ടികൾ എത്രമാത്രം തളർന്നു പോകുന്നു. അവർക്കൊക്കെ ലഭിക്കുന്ന മുട്ടായി കടലാസിൽ പൊതിഞ്ഞ ലഹരി പദാർത്ഥങ്ങൾ, ഒരു മണവും ഗുണവും ഒരു മണവും നിറവും ഒന്നുമില്ലാത്ത
രീതിയിൽ അവർക്ക് ലഭിക്കുന്ന ഈ ലഹരി പദാർത്ഥങ്ങളിലൂടെ നമ്മുടെ ചെറുപ്പക്കാർ നശിച്ചു പോകുമ്പോൾ അതിനെതിരെ സഭയ്ക്കൊരിക്കലും നിശബ്ദമായിരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഇതൊരു തലമുറയെ മുഴുവൻ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് മനുഷ്യ മഹത്വത്തെ എന്നും വില കൊടുക്കുന്നതാണ് സഭയുടെ ദൗത്യം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെയൊക്കെ നമുക്ക് എന്നും ലഭിക്കുന്ന ഒരു ഊർജം വിശ്വാസത്താൽ പ്രേരിതമായി ഈ മനുഷ്യ ജീവന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തില്, നമ്മുടെയൊക്കെ സമൂഹത്തിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ ധാർമ്മികമായ നിലപാടുകൾ എടുക്കാൻ സാധിക്കുന്നവരാവണം ഒരു വിശ്വാസി എന്ന് പറയുന്നത്. വിശ്വാസി അവന്റെ മാത്രം ജീവിതത്തിന് വേണ്ടി, ജീവിത സുരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനല്ല. ദൈവമേ, ചുറ്റും എല്ലാവർക്കും കോവിഡ് വന്നപ്പോൾ എനിക്ക് മാത്രം കോവിഡ് വന്നില്ലല്ലോ, ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്നവനല്ല യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസി. അല്ലെങ്കിൽ ചുറ്റുപാട് ഭൂകമ്പം ഉണ്ടായപ്പോൾ ഞങ്ങളുടെ വീട് മാത്രം തകരാതെ സൂക്ഷിച്ചതിന് നന്ദി എന്ന് പറയുന്നവനല്ല ക്രൈസ്തവ വിശ്വാസി. മറിച്ച് സഹനങ്ങളെയും ദുരിതങ്ങളെയും നേരിട്ടുകൊണ്ട് തന്നെ കുരിശിൽ നമുക്കായിട്ട് മരിച്ച കർത്താവിനെ പ്രഘോഷിക്കുന്നവൻ, ആ കർത്താവിനെ ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് ജീവിക്കാനായിട്ട്, സമൂഹത്തിന്റെ യഥാർത്ഥമായ രക്ഷയ്ക്ക് വേണ്ടി ജീവിക്കാൻ സാധിക്കുന്നവനാവണം യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത്. ഈ വിശ്വാസത്തിന്റെ പ്രഘോഷണവും ജീവിതവുമാണ് ഈ നമ്മുടെ സമൂഹത്തെ ഇന്നും ചലനാത്മകമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വളരെ ന്യൂനപക്ഷമാണ് ക്രൈസ്തവര് ഇന്ത്യയിൽ, ഏതാണ്ട് 2.3%. എന്നിട്ട് പോലും നമ്മളെ പ്രധാന പ്രതിയോഗികളായിട്ട് പല വർഗീയ ശക്തികളും കരുതുന്നുണ്ടെങ്കിൽ എത്രമാത്രം കരുത്തുറ്റതാണ് നമ്മുടെ സാക്ഷ്യം, എത്രമാത്രം വിശാലമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ എന്നുള്ളതെല്ലാം നമ്മൾ തിരിച്ചറിയണം. എണ്ണത്തിൽ വളരെ കുറവാണെങ്കിലും എത്രമാത്രം ഗുണമുള്ള പ്രവർത്തനങ്ങളിലൂടെ ഈ സമൂഹത്തെ നിരന്തരമായിട്ട് രൂപാന്തരപ്പെടുത്തുന്നവരാണ് നമ്മൾ. ക്രൈസ്തവ വിശ്വാസം ഈ ലോകത്തെ തന്നെ രൂപാന്തരപ്പെടുത്തിയ വിശ്വാസമാണ്. നമ്മൾ ഇന്ന് ജനാധിപത്യത്തിന്റെ നന്മകൾ ഒത്തിരിയേറെ ആസ്വദിക്കുന്നവരാണെങ്കിൽ ഓർക്കുക, ഈ ജനാധിപത്യത്തിന്റെ പിറവിക്ക് പിന്നിലും കർത്താവിന്റെ സുവിശേഷമുണ്ട്. നമ്മളൊക്കെ സ്വാതന്ത്ര്യവും മനുഷ്യ മഹത്വവും എല്ലാം ആവേശപൂർവ്വം പ്രഘോഷിക്കുന്നവരാണെങ്കിൽ ഓർക്കുക, അതിലേക്ക് നയിച്ച ചരിത്രത്തിൽ സുവിശേഷ മൂല്യങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. അതുപോലെ തൊഴിലാളിയുടെയും ഉപേക്ഷിക്കപ്പെട്ടവന്റെയും ഒക്കെ ജീവിത മഹത്വത്തിന് വേണ്ടി നമുക്ക് ഇന്ന് നിലപാടുകൾ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ശരിയായ നിയമനിർമ്മാണങ്ങളിലൂടെ ഇന്നത്തെ രാജ്യങ്ങൾ അവയെല്ലാം ഉറപ്പാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലും കർത്താവീശോ മിശിഹായുടെ പ്രബോധനങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്തിനേറെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും അടിമ വ്യവസ്ഥിതി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്ത് ഇവിടുത്തെ അടിമ ചന്തകൾ നിരോധിക്കാനായിട്ട് തിരുവിതാംകൂർ മഹാരാജാവിനെ പ്രേരിപ്പിച്ചതിന്റെ പിന്നിലും ക്രൈസ്തവ സാക്ഷ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആരോഗ്യ പരിരക്ഷയുടെ പിന്നിലും അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ പിന്നിലുമെല്ലാം ഈ ക്രൈസ്തവ സാക്ഷ്യം ശക്തമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനിക്കാനായിട്ട് സാധിക്കണം. നമ്മൾ പരിശുദ്ധ അമ്മയുടെ ഈ രൂപമേന്തി ഈ തെരുവീഥികളിലൂടെ പോകുമ്പോൾ അത് ഈ നന്മകളുടെ എല്ലാം ഒരു വലിയ ഓർമ്മയാവണം നമ്മളിൽ ഉണർത്തേണ്ടത്. ഈ അമ്മയുടെ സാന്നിധ്യത്തിലൂടെ നമ്മുടെ പ്രദേശത്തിന് ലഭിച്ച ഈ നന്മ, ഈ ഒരു വലിയ പ്രകാശം, അത് ഒരിക്കലും നമ്മുടെ സമൂഹത്തിലേക്കോ നമ്മുടെ കുടുംബങ്ങളിലേക്കോ ഒതുക്കി നിർത്തിയവരല്ല, മറിച്ച് നാനാ ജാതി മതസ്ഥർക്കു വേണ്ടി തുറന്നുകൊടുത്തവരാണ്. നിങ്ങൾ ഓർക്കണം, ജാതി തിരിഞ്ഞ് സ്കൂളുകൾ വിദ്യാലയങ്ങൾ നടത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഭ്രാന്താലയമാണ് കേരളമെന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ച ഈ കേരളത്തിൽ ഇന്ന് ജാതി ചിന്ത ഏറ്റവും കുറവാണെങ്കിൽ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ തെരുവുകളിൽ തെരുവ് കുട്ടികളെ നിങ്ങൾക്ക് കാണാനാവുന്നില്ലെങ്കിൽ, ഇന്ന് സാമാന്യ മഹത്വത്തോടെ ജീവിത മഹത്വത്തോടെ നമ്മുടെ സമൂഹത്തിന് ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ പിന്നിൽ ക്രൈസ്തവ സാന്നിധ്യവും ക്രൈസ്തവ സംഭാവനകളുമുണ്ട്. ഇന്ന് പല രീതിയിൽ അതിനെ തമസ്കരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ നോക്കിയാൽ നമുക്കൊരിക്കലും ക്രൈസ്തവ സംഭാവനകളെ കുറിച്ച് ഒന്നും വായിക്കാനില്ല. ക്രിസ്ത്യാനി ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ഓർക്കണം, നമ്മള് എത്രമാത്രം വിശാല മനസ്സോടുകൂടി ഈ പ്രദേശത്ത് പ്രവർത്തിച്ചു. കേരളത്തിൽ ആദ്യമായിട്ട് സർവ്വജാതികൾക്കും വേണ്ടി ജാതി മതഭേദമന്യേ തുറന്ന സ്കൂളുകൾ ക്രിസ്ത്യാനിയുടെ സ്കൂളുകളായിരുന്നു. നമുക്കിതൊക്കെ തള്ളിപ്പറയാനും തമസ്കരിക്കാനും എളുപ്പമാണെങ്കിലും
ആ നന്മയുടെ സംസ്കാരത്തെ നമ്മൾ ഒരിക്കലും മറക്കാനായിട്ടാവില്ല, നമുക്ക് മറക്കാൻ സാധിക്കില്ല. നമ്മള് ഇവിടെ ആതുര ശുശ്രൂഷ മേഖലയിലാണെങ്കിലും അധസ്ഥിതന് ആരോഗ്യ പരിരക്ഷ കിട്ടാനായിട്ട് പരിരക്ഷ കിട്ടുന്നത് ദുസ്സാധ്യമായിരുന്ന ഒരു സാഹചര്യത്തിൽ അവന്റെ കുടിലുകളിലേക്ക് കടന്നു ചെന്ന് അവർക്കൊക്കെ ആരോഗ്യ പരിരക്ഷ കൊടുക്കാൻ നമ്മുടെ സന്യസ്തർക്ക്, നമ്മുടെ സമർപ്പിതർക്ക് എത്രമാത്രം ശക്തിയോടുകൂടി സാധിച്ചു എന്നുള്ളത്. അതുപോലെ എല്ലാവർക്കും പഠിക്കാനായിട്ട് സൗകര്യങ്ങൾ കൊടുത്തതും എല്ലാവർക്കും കാരുണ്യത്തിന്റെ ഒരു വലിയ അനുഭവം ലഭിച്ചതുമെല്ലാം ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്നതാണ് ക്രൈസ്തവ സംസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംസ്കാരം ഇവിടെ നിലനിൽക്കണം. അതിന്റെ അടിസ്ഥാനം ഈ വിശ്വാസ ജീവിതമാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് ഒരു വലിയ സമരത്തിലായിരുന്നു. 140 ദിവസത്തോളം സമരം ചെയ്ത് അവിടുത്തെ വിഴിഞ്ഞത്തെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ ഒരു വലിയ അതിജീവന സമരം നടത്തുകയുണ്ടായി. അവരെ പൂർണ്ണ തൃപ്തിയോടുകൂടി അല്ലെങ്കിലും ആ അതിജീവന സമരം ഇന്നലെ അവസാനിച്ചു. അതിലൂടെ അവരെന്ത് നേടി? ആ പാവപ്പെട്ട മനുഷ്യര് എവിടെയെല്ലാം പ്രളയത്തിന്റെ ബുദ്ധിമുട്ടുകൾ നേരിട്ടോ അവിടെയൊക്കെ ധീരതയോടുകൂടി തങ്ങളുടെ ബോട്ടുകളുമായിട്ട് വന്ന് നമ്മളെയൊക്കെ രക്ഷിച്ച ആ ജനം, അവരിന്ന് തീവ്രവാദത്തിന്റെയും രാജ്യദ്രോഹത്തിന്റെയൊക്കെ പഴികെട്ട് തലകുനിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ നമ്മൾ ഓർക്കണം, നമ്മുടെ സമൂഹം അവരോടൊന്നും വലിയ നീതി പുലർത്തിയിട്ടില്ല. ആ സമരം കൊണ്ട് അവർ നേടിയ ഏറ്റവും വലിയൊരു കാര്യം തീരശോഷണം എന്ന് പറയുന്ന വളരെ വ്യാപകമായ ഒരു യാഥാർത്ഥ്യത്തെ ഈ കേരള സമൂഹത്തിന്റെ മുമ്പിലേക്ക് വച്ചുകൊടുത്തു. നമ്മൾ ആരും ചിന്തിക്കാത്ത ഒരു വലിയ കാര്യമായിരുന്നു അത്. തീരം ശോഷിച്ചാൽ കത്തോലിക്കിന് ഇപ്പൊ എന്താണ് പ്രശ്നം? തീരം ശോഷിച്ചാൽ അവനെന്താ? എല്ലാവർക്കും ഉള്ളതല്ലേ. പക്ഷേ ഈ വിശ്വാസം അവനെ നിർബന്ധിക്കും. ഈ തീരശോഷണം മൂലം പരിസ്ഥിതിക്കുണ്ടാകുന്ന കോട്ടം അത് മാനവ സംസ്കൃതികളെ മുഴുവൻ നഷ്ടമാണെന്നുള്ള വലിയ ബോധ്യത്തോടെയാണ് അവൻ അതിനു വേണ്ടി ഇറങ്ങുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവന്റെ വേദന നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, അവരുടെ ആ വലിയ സമരത്തോട് ഐക്യദാർഢ്യം പുലർത്താൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മളിലെ മനുഷ്യത്വത്തിന്റെ കുറവാണ് എന്ന് ഏറ്റുപറയാനുള്ള സത്യസന്ധതയെങ്കിലും നമുക്കുണ്ടാവണം. ഇതുപോലെ തന്നെയാണ് പ്രകൃതിയോടുള്ള വലിയ ഒരു ആദരവും സ്നേഹവും. എന്തുകൊണ്ട് പ്രകൃതി സംരക്ഷണവും നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് വരുന്നു? കാരണം ദൈവത്തിൽ വിശ്വസിക്കുന്നവന് ദൈവത്തിന്റെ ദാനങ്ങളെ ഒരിക്കലും തള്ളി പറയാനായിട്ടാവില്ല. ആദരവോടെ പ്രകൃതിയുടെ മുമ്പിൽ, പ്രകൃതിയിലെ നന്മകളുടെ മുമ്പിൽ നിൽക്കുന്നവരാണ് നമ്മളെല്ലാമെങ്കിൽ ആ അനുഭവത്തിൽ നമുക്ക് പ്രകൃതിയെ മറന്നുകൊണ്ട് ജീവിക്കാനായിട്ടാവില്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്രകൃതി മേഖലകളിലുള്ള നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും, ബഫർ സോണിന്റെ കാര്യത്തിലാണെങ്കിലും മലയോര മേഖലയിലെ പ്രവർത്തനങ്ങളിലുമൊക്കെ നമ്മളുടെ അടിസ്ഥാനപരമായ ദർശനം ഈ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെത് തന്നെയാണ് എന്നുള്ളത് കൂടി നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വിശ്വാസത്തിൽ ആഴപ്പെടുമ്പോഴാണ് ഇപ്രകാരം സമൂഹത്തെ ജ്വലിപ്പിക്കാൻ, സമൂഹത്തിൽ ഒരു ദീപമായിട്ട് മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുക. വിശ്വാസം കുറയുന്നതനുസരിച്ച് ദൈവ കേന്ദ്രീകൃതമായ നമ്മുടെ ജീവിതം ചുരുങ്ങി മനുഷ്യ കേന്ദ്രീകൃതമാകുന്നതനുസരിച്ച് നമ്മുടെ സ്വപ്നങ്ങൾ നമ്മളെക്കുറിച്ച് മാത്രമായിട്ട് മാറും. എന്റെ അതിജീവനത്തിനപ്പുറത്ത് എനിക്ക് സ്വപ്നങ്ങളില്ല. കാരണം എനിക്ക് വേറെ ഒന്നിലും വിശ്വാസമില്ല. ദൈവ കേന്ദ്രീകൃതമായ സമൂഹത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവന് മനുഷ്യനെ കുറിച്ച്, മനുഷ്യന്റെ വലിയ ഭാവിയെക്കുറിച്ച്, അവന്റെ നിലനിൽപ്പിനെ കുറിച്ച് സ്വപ്നങ്ങൾ കാണാതിരിക്കാനായിട്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിശ്വാസത്തിന്റെ ജീവിതം അത് ആഴപ്പെടുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരിനു വേണ്ടി നമ്മുടെ മനുഷ്യകുലത്തിന് യഥാർത്ഥ മഹത്വത്തിന് അനുസൃതമായ ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അതിനുള്ള വലിയൊരു മാതൃകയാണ് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നത്. അമ്മയുടെ വിശ്വാസ ജീവിതത്തിലൂടെ, അമ്മയുടെ വിശ്വാസമാണ് ലോകത്തിന്റെ രക്ഷ സാധിച്ചതെങ്കിൽ നമ്മുടെ വിശ്വാസദാർഢ്യം ഈ ലോകത്തിന്റെയും രക്ഷയിലേക്ക് നമ്മളെ നയിക്കുകയാണ് എന്നുള്ളൊരു വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മൾ ഈ വിശ്വാസ പ്രഘോഷണ പ്രദക്ഷിണമൊക്കെ നടത്തുമ്പോൾ ഈ വിശ്വാസത്തിൽ ആഴപ്പെടാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വിശ്വാസത്തിൽ വളർന്നു വരണം. നമ്മൾ അവരെയൊക്കെ പഠിക്കാനായിട്ട് ദൂരദേശങ്ങളിലേക്കൊക്കെ വിടും, പല രാജ്യങ്ങളിലേക്ക് നമ്മൾ വിടും. നമ്മൾ അവരോട് പല കാര്യങ്ങൾ അന്വേഷിക്കും.
പക്ഷേ അന്വേഷിക്കാത്ത ഒരു കാര്യം അവർ പ്രാർത്ഥിച്ചോ കൊന്തയൊല്ലിയോ ഇതൊക്കെ ആയിരിക്കും. നമ്മൾ പറയാം അതൊന്നും പുരോഗമനമല്ല. പുരോഗമന കാലത്ത് പ്രാർത്ഥിച്ചോ എന്നൊക്കെ ചോദിക്കുന്നത് തന്നെ മോശമാണ്, നാണക്കേടാണ്. പക്ഷെ നമ്മൾ ഇപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് കൊടുക്കേണ്ട കൃപ വിശ്വാസത്തിൻ്റെതാണ്. ഒരുപക്ഷെ മാതാപിതാക്കളിൽ നിന്ന് മക്കൾ ആദ്യം സ്വീകരിക്കുന്ന ഒരു വലിയ നന്മയും വിശ്വാസത്തിൻ്റെതാണ്. ആ നന്മ അതുകൊണ്ടാണല്ലോ ജനിച്ച ഉടനെ തന്നെ നമ്മൾ മാമോദീസ മുക്കണം എന്നൊക്കെ പറയുന്നതും. മാതാപിതാക്കള് ഏറ്റവും ആദ്യം തന്നെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നത് ഈ വിശ്വാസത്തിന്റെ അനുഭവമാണ്. ആ വിശ്വാസത്തെ ഒരിക്കലും കുറച്ചു കാണാതെ വിശ്വാസ ജീവിതത്തെ പരിപോഷിപ്പിക്കുവാൻ, ഓരോ ദിവസവും വിശ്വാസത്തിൽ വളർന്നു വരുവാൻ, ആ വിശ്വാസം അനേകരോട് പ്രഘോഷിക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മ തന്റെ മധ്യസ്ഥതയാൽ സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.